അർജുനേട്ട പറഞ്ഞ ഹോട്ടലിലാണ് പോയത്. പരിചയമില്ലാത്ത ലോഡ്ജായിട്ടും റിസപ്ഷനിൽ ID പ്രൂഫ് ഒന്നും ചോദിച്ചില്ല. റൂം നമ്പർ പോലും അർജുനേട്ടൻ അറിയാവുന്ന പോലെ. പക്ഷെ അതൊന്നും എനിക്കെപ്പോ തോന്നിയില്ല. പിന്നെ ആലോചിച്ചപ്പോഴാ. അയ്യോ, ഒക്കെ നിന്റെ തോന്നല മൈനെ. ആയിക്കോട്ടെ, പക്ഷെ കാശ് എണ്ണി കൊടുത്ത് എന്നെ വിലക്ക് വാങ്ങിയതാണെന്ന് കാറി പിടിച്ചു കയറ്റി കൊണ്ടുപോയി പറയുന്ന ഞാൻ കേട്ടു. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യിച്ചതാണെന്നാണ് നീ പറയുന്നത്? അല്ല, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇനി അർജുനേട്ടന്റെ കൂടെ വരുന്നില്ല. മനസ്സിലൊരു ദേഷ്യം വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ വരുന്നില്ല. നീ എവിടെ പോകുന്നു? എങ്ങോട്ടെങ്കിലും. അർജുനേട്ടൻ ഇനി എന്നെ അന്വേഷിക്കണ്ട. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എന്റെ കയ്യിലേക്ക് വന്ന് ചേർന്നതാ നീ ദയവായിട്ട് കൊണ്ടുവന്നത്. ഇനി അങ്ങനെ വിടില്ല അർജുനൻ. മറ്റെന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. ഇതെന്തിരിപ്പാ സിദ്ധു? ഇന്ന് വർക്ക്ഷോപ്പിലൊന്നും പോകുന്നില്ലേ? പോണം. ഒരു തലവേദന പോലെ. എന്തുപറ്റി പെട്ടെന്നൊരു തലവേദന? എന്തെന്നറിയില്ല. സിദ്ധുവിന് ഇപ്പൊ ഉറക്കം തീരെ കുറവാ. 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഞാൻ കിടക്കുന്ന സമയത്ത് കിടക്കാറില്ല. പാതിരാത്രി എഴുന്നേറ്റ് നോക്കിയാലും ഏതെങ്കിലും പുസ്തകം വായിച്ചിരിക്കുന്നുണ്ടാവും. ഉറക്കമില്ലാത്തോണ്ടാ ഈ തലവേദന. അയ്യോ, വാമൊന്നും വേണ്ട മനസ്സേ. വേണ്ടാത്ത എന്താ? ഇത് പുരട്ടിയ ആശ്വാസം കിട്ടും. മനസ്സൊക്കെ എന്നോട് ഒരുപാട് ഇഷ്ടമാ. അല്ല. ഇഷ്ടമല്ലേ? അല്ലാന്നേ. എന്റെ സിദ്ധു, ഇത്തരം ചോദ്യങ്ങൾ വളരെ ബാലിശാന്നേ. ഒന്നാമത്, ഇഷ്ടമല്ലെങ്കിലും ആരും അത് തുറന്നു പറയില്ല. രണ്ടാമത്, ഇഷ്ടം അങ്ങനെ ചോദ്യം ഉത്തരവായിട്ട് പറഞ്ഞു തീർക്കേണ്ടതല്ലോ. പെരുമാറ്റം കൊണ്ട് വേണം തിരിച്ചറിയാൻ. ഞാൻ ചോദിക്കട്ടെ, എന്നേക്കാൾ കൂടുതലായിട്ട് സിദ്ധു ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? പറ. ഇല്ല. മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ ഉത്തരം. അങ്ങനെ തന്നെയാ ഞാനും. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എനിക്ക് സിദ്ധു മാത്രമേ ഉള്ളൂ. നമുക്കിടയിൽ ഇനി വരാനുള്ളത് കുഞ്ഞുങ്ങൾ മാത്രം. അതെ, ഒരു കുഞ്ഞു വരും. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. എത്രയും പെട്ടെന്ന്. അതാ എന്റെ മോഹം. ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു ഡോക്ടർ. ഞാൻ അറിഞ്ഞു. അർജുനേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഹരിയേട്ടാ. അർജുനേട്ടനോട് ഞാനത് പറഞ്ഞു. എനിക്ക് പേടി അങ്ങോട്ട് പോവാൻ. ഏട്ടൻ വിഷമിക്കണ്ട. ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നെ ഏതെങ്കിലും ഓർഫനേജിലാക്കിയാൽ മതി. എന്നിട്ട് വേണം അതും ഒരു വാർത്തയാവാൻ അല്ലേ? ഇത്രയും നാണം കെടുത്തിയത് പോരെ? എന്നാ ഏട്ടൻ എന്നെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലോ മറ്റോ. ഗർഭിണിയായൊരു പെണ്ണിനെ എന്തു പറഞ്ഞാൽ ഞാൻ കൊണ്ടാക്ക? മൈനെ, കുറച്ചെങ്കിലും ബുദ്ധിയുള്ള പെൺകുട്ടിയാ നീ എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഏറ്റവും കൂടുതൽ ബുദ്ധിമോശം കാണിച്ചത് നീയാ. ഇഷ്ടപ്പെട്ട പുരുഷനിൽ നിന്ന് ഗർഭം ധരിച്ചത് മനസ്സിലാക്കാം. പക്ഷെ ആ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച ആദ്യത്തെ പെണ്ണായിരിക്കും നീ. ഞെട്ടണ്ട. അർത്ഥബോധാവസ്ഥയിൽ നിന്റെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടതാ സിദ്ധാർത്ഥിന്റെ പേര്. ഒരു കുറ്റവാളിയെ മുറിയിൽ ഒളിപ്പിച്ചതിനേക്കാൾ തെറ്റ് അവനെ മനസ്സിൽ ഒളിപ്പിച്ചതാ.
ഏട്ടാ, അറിയാതെ എങ്ങനെയൊക്കെയോ അടുത്തുപോയി. അടുത്തതിലല്ല തെറ്റ്, ശരീരത്തിലേക്ക് അടുപ്പിച്ചതാ തെറ്റ്. എന്ത് ധൈര്യത്തിലായിരുന്നു മോളെ? ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത കുട്ടിയായിരുന്നോ നീ? ആയിരുന്നു, ഒരു മന്ദബുദ്ധിയായിരുന്നു ഞാൻ. ശ്രീകോവിലിന് ചുറ്റും വലം വയ്ക്കുമ്പോ ഈശ്വരനോട് തോന്നുന്ന ഒരു ആകർഷണമില്ലേ, അതുപോലെ എന്തോ ഒന്ന് സംഭവിച്ചു പോയി. അങ്ങനെയായിരുന്നെങ്കിൽ അവനെ മാനസിക വിട്ടു കൊടുക്കരുതായിരുന്നു, അവനും അതിന് തയ്യാറാവരുതായിരുന്നു. സിദ്ധുവേട്ടനെ കുറ്റം പറയല്ലേ അറിയട്ടാ, ഞാൻ നിർബന്ധിച്ചിട്ടാ. എന്റെ മാനസിക ഒരു ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ചിട്ടാ സിദ്ധുവേട്ടൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായത്. ഏട്ടനൊന്ന് ആലോചിച്ച് നോക്ക്, അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ മാനസികയുടെ അവസ്ഥ എന്താവുമായിരുന്നു? നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നില് നാണം കിട്ടു പോകില്ലായിരുന്നോ? ഏട്ടന് പിന്നെ ഈ ജീവിതകാലം തലയുയർത്തി നടക്കാൻ കഴിയുമായിരുന്നു? ഇതൊക്കെ ശരിയാണ്, അതുകൊണ്ട് നിന്റെ ജീവിതമല്ലേ നഷ്ടമായത്, അതിന് എന്ത് ചെയ്യും? അതിലൊന്നും ഏട്ടൻ ടെൻഷൻ ആവണ്ട. ഡെലിവറി കഴിഞ്ഞ് ഞാൻ അകലേക്ക് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, ആരും അറിയുകയും കേൾക്കുകയില്ലാത്ത സ്ഥലത്തേക്ക്. അത് പിന്നീടുള്ള കാര്യമല്ലേ, ഡിസ്ചാർജ് ആയിട്ട് എങ്ങോട്ട് പോകുന്നല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. നിനക്ക് സമ്മതമാണെങ്കിൽ പോലും അർജുന്റെ കൂടെ ഇനി നിന്നെ ഞാൻ വിടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക്. അതൊന്നും ശരിയാവില്ല, എന്തെങ്കിലും ഒരു വഴി കാണും, കണ്ടല്ലേ പറ്റൂ. തലയിൽ കയറിയിരിക്കുന്ന ഒരു ഭാര്യയും തോളത്ത് തൂങ്ങുന്ന 2 അനിയത്തിമാരും. സത്യം പറഞ്ഞ ഇത് 3 എന്റെ തലവേദനയാ. അനുഭവിക്കുക, അല്ലാതെന്താ. കാര്യങ്ങളുടെ ഇരിപ്പുവശമല്ല, കിടപ്പുവശം മനസ്സിലായത് ഇപ്പോഴാ. നിനക്കെന്താ വേണ്ടേ? മൈനേ, എന്താ തന്നുവിടുവോ? തന്നുവിടുമെന്ന് ചോദിക്കാൻ ഞാൻ പിടിച്ച് കെട്ടിയിരിക്കുന്നല്ലോ അവളെ. കൂടെ വരുമെങ്കിൽ വിളിച്ചോണ്ട് പോണം. വരില്ല, എന്റെ മുഖത്ത് നോക്കി വരില്ല എന്ന് പറഞ്ഞു അവള്. അതിന് കാരണക്കാരൻ നിങ്ങളാ. സ്വാഭാവികമായും അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല. എന്റെ അനിയത്തിയുടെ കെയറിങ് എന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അവൾ എന്റെ ഭാര്യയാണ്. ഒരു തരത്തിലും അവൾ നിന്റെ ഭാര്യ ആയിട്ടില്ല. അത് സാറിന് എങ്ങനെ അറിയാം? എന്റെ അനിയത്തെ എനിക്കറിഞ്ഞൂടെ? അവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. എന്താ, എന്റെ കുട്ടിയല്ലേ അവളുടെ വയറ്റില്? നീ പോ അർജുന, വെറുതെ ചിരിപ്പിക്കാതെ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ശരി, പോടാ, അടിച്ചു പൊട്ടിക്കും. ചെല്ല്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടുക്കള പുറത്തു വന്ന് നിന്ന് കാര്യം പറയുന്നത് അടിയാന്മാരും കുടിയാന്മാരും ഒക്കെയാ. ആ കാലം കഴിഞ്ഞുപോയി. ഞാനിപ്പോ പഴയ അടിയാന്റെയും കുടിയാന്റെ ഒക്കെ അവസ്ഥയിലാ. എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ നീയാ. അയ്യോ, ഞാൻ ആരാ രക്ഷിക്കാൻ? മോശപ്പെട്ട് ചീത്തയായിട്ട് തോന്നിയാസം കാണിച്ച് നടക്കുന്ന ഒരു പെണ്ണ്. അമ്പികെ, നീ ശവത്തെ കുത്തരുത്. നീ ഒന്ന് ആലോചിച്ചു നോക്കി, പണ്ട് നമ്മൾ ഇണക്കുരികളെ പോലെ സ്നേഹം പകർന്നു പകർന്നു നടന്നത്. പകർന്നതിന്റെയൊക്കെ കൂലി എനിക്ക് കിട്ടി, ഇനി മതി. എനിക്കും മതിയായിട്ടില്ല. എന്ത്? സ്നേഹിച്ച് കൊതി തീരണ്ടേ? വേണുവേട്ടാ, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച കാലത്തും എനിക്ക് നിങ്ങളോട് ഇത്രയും വെറുപ്പ് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ വല്ലാതെ തരം താണ് പോണു. ഈ അഭിനയമൊക്കെ കാണുമ്പോ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുവാ. നിനക്കത് പറയാൻ അമ്പികെ, നീ സ്വതന്ത്രയാ. നാളെ തന്റേതല്ലാത്ത കാരണത്താല് വിവാഹബന്ധം വേർപെടുത്തിയൊരു പെൺകുട്ടിയെന്ന് ഒരു പരസ്യം കൊടുത്താല് നിനക്ക് വേറെ ബന്ധം കിട്ടും. എനിക്കോ നീയും കുഞ്ഞും നഷ്ടാവുകയും ചെയ്യും. എന്റേതല്ലാത്ത കാരണത്തിലുണ്ടായൊരു കുഞ്ഞിനെ ഒക്കത്തെടുത്ത് നടക്കേണ്ടി വരും. അമ്പികെ, ഏതോ ചമ്മാന്റെ ചെരുപ്പൂത്തിയുടെ കുട്ടി അവളുടെ വയറ്റില്. നീ എന്നൊന്നും മനസ്സിലാക്ക്. വേണുവേട്ടനെ മനസ്സിലാക്കാനാ കഴിഞ്ഞ 5-6 വർഷം ഞാൻ കാത്തിരുന്നത്.
ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ വേണമെങ്കിൽ എന്റെ മോളെ എനിക്ക് ഇല്ലാതാക്കായിരുന്നു. കല്യാണം കഴിക്കാതെ ഗർഭവും താങ്ങി നടക്കുന്ന ഒരു പെണ്ണിന്റെ നാണക്കേട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ അമ്മയും ഏട്ടനും എത്രമാത്രം സഹിച്ചു. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പിഴച്ച പെണ്ണെന്ന് പറഞ്ഞപ്പോഴും കാത്തിരുന്നു ഒരു പ്രതീക്ഷയോടെ. ഇഷ്ടമല്ലാന്നറിഞ്ഞിട്ടും താലി കെട്ടി ജീവിതത്തിലേക്ക് വന്നു. തന്റേതല്ലാത്ത കാരണത്താൽ ബന്ധം വേർപെടുത്തി പോകാനായിരുന്നെങ്കിൽ എന്നെ ആവായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ, ഞാനില്ലേ? ഇല്ല, എന്റെ മനസ്സിൽ ഒരു കോണിൽ പോലും വേണുഗോപൻ എന്ന മനുഷ്യനില്ല. ഭാര്യയും കുഞ്ഞിനെ അംഗീകരിക്കാതെ മറ്റൊരുത്തിയെ തേടിപ്പോയ ഒരു ചെകുത്താനോ എന്റെ മനസ്സിൽ. ചെകുത്താനെ ആരും സ്വീകരിക്കാറില്ല, ആട്ടിപ്പായിക്കാറേ ഉള്ളൂ. എല്ലാം പാക്ക് ചെയ്തോ? എടുത്തു വെച്ചു. വൈകിട്ടെങ്ങാനും പോകേണ്ടി വന്നാലോ? എങ്ങോട്ട്? നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിച്ചു, എനിക്കറിയാം. ഹരിശങ്കർ നിന്നെ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള സ്ഥലമൊക്കെ ഏർപ്പാട് ചെയ്തു. അതെനിക്കറിയില്ല. നിനക്കെല്ലാം അറിയാം. ഹരിശങ്കറിന്റെ മനസ്സും ശരീരവും ഒക്കെ അറിയാം. എത്ര കാലമായിടി നിങ്ങൾ തമ്മിൽ ഈ അവിഹിത ബന്ധം തുടങ്ങിയിട്ട്? അനാവശ്യം പറയരുത് അർജുനേട്ടാ. ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ നീ നേരെ എന്റെ വീട്ടിലേക്ക് വരണം. വരില്ല, അത് ഞാൻ തീർത്തു പറഞ്ഞാണല്ലോ. ഞാൻ നിന്നെ കൊണ്ടുപോകും മൈനെ. നടക്കില്ല അർജുനേട്ടാ. നടക്കില്ലെങ്കിൽ ഞാൻ എടുത്തോളാം. എന്റെ കൂടെ വന്നില്ലെങ്കിൽ നീ വേറെ ആരുടെ കൂടെയും പോവില്ല. ഒന്നിട്ടാണെങ്കിലും എടുത്തോണ്ട് പോകും ഞാൻ. അർജുനെ ശരിക്കും അറിയില്ല നിനക്കോ? എനിക്കറിയാം, നിന്നെ എനിക്ക് ശരിക്കറിയാം. എടുക്കട കൈ എടുക്കാൻ. ഇവിടെ എന്ത് ചെയ്യണമെന്നും എവിടെ കൊണ്ടുവിടണമെന്നും ഞാൻ തീരുമാനിക്കും. അത്തരം വിരട്ടലൊന്നും എന്നോട് വേണ്ട സാറേ. ചികിത്സിക്കാനും കൂട്ടിരിക്കാനും ബില്ലടയ്ക്കാനും ഞാൻ. പിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേറെ ആളുടെ ആവശ്യമില്ല. ചികിത്സിച്ച കണക്ക് പറയണ്ട. ഹരിശങ്കറിന്റെ സഹോദരിക്ക് ഇവിടെ ഏത് ഹോസ്പിറ്റലിലും നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. പിന്നെ കൂട്ടിരിപ്പ് അത് നിനക്ക് വെറും ചടങ്ങ് മാത്രമായിരുന്നു. ഇനി ഒന്നുകൂടി ഉണ്ട്, ബില്ല്. അത് ഞാൻ കൗണ്ടറിൽ ചോദിച്ചു. 24,400. 25 25,000. എന്നാ പിടിച്ചോ. ഇനി നീ ഇവിടെ നിന്നാൽ ഞാൻ സംസാരിക്കുന്ന പോലീസ് ഭാഷയിലായിരിക്കും പ്രവർത്തിക്കുന്നതും. തോറ്റു പോവല്ല ഞാൻ. തോൽപ്പിക്കാൻ പറ്റില്ല അർജുനെ. എന്തു പറ്റി? പറ, എന്താ നിന്റെ മനസ്സിൽ? നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ? ഇപ്പൊ ചോദിച്ചെന്നേ ഉള്ളൂ. ദിവസങ്ങളായി മനസ്സിൽ കിടക്കുന്ന സംശയങ്ങളാ. നിനക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഞാൻ മാത്രം പറയുന്നല്ലത്, നിന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും ഉണ്ട് ഈ സംശയം. ചിന്തകളെ ഇങ്ങനെ പൂഴ്ത്തി വയ്ക്കരുത് സിദ്ധാർത്ഥ. അറ്റ്ലീസ്റ്റ് നിന്റെ സുഹൃത്തിന്റെ അടുത്തെങ്കിലും. മറയ്ക്കുന്നതല്ല വിജയ്. പറയാനാണെങ്കിൽ എന്റെ ജീവിതവും ഈ കടലും ഒരുപോലെയാ. എന്നും തിരതല്ലി ഒഴുകുന്ന പ്രശ്നങ്ങളാ. സായുധ വിപ്ലവം കൊതിച്ച് മരിച്ച അച്ഛൻ തലയിൽ വെച്ച് വന്ന ഭാരം. ഈശ്വരനും ഇംഗുലാബും കൂട്ടിക്കുഴച്ച് മനസ്സിനെ പരുവപ്പെടുത്താനാവാതെ വീട് വിട്ടുപോയ അമ്മ. കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച അനിയെത്തി. പിന്നെ ജീവിതം കൈവിട്ടുപോയ ഞാനും. ഇതില് ഏത് സങ്കടം ഞാൻ നിന്നോട് ഷെയർ ചെയ്യേണ്ടത്? ഉള്ള ബന്ധങ്ങളുടെ തകർച്ചയാ നീ പറയുന്നത്. പറഞ്ഞറിയിക്കാൻ ബന്ധങ്ങളില്ലാത്ത ഞാൻ എത്ര വേദനിക്കണം. നാളെ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കാതിരുന്ന ഇന്നത്തെ ജീവിതം സുഖ. ഇന്ന് ജീവിക്കാം അല്ലേ വിജയ്? നാളത്തെ ജീവിതം നാളെ. പിന്നെ അല്ലാതെ.
നാളെ ഈ ലോകം ഉണ്ടാവുമെന്ന് തന്നെ ആർക്കറിയാം. കടലേ, നിന്നെ ഞാൻ തോൽപ്പിച്ചു. നിനക്ക് കണ്ണീരുണ്ടാക്കാൻ അറിയില്ല, മറിച്ച് എനിക്ക് കടലുണ്ടാക്കാൻ അറിയാം. കണ്ണീരുകൊണ്ട്. എന്താ ആരോട് ചോദിച്ചിട്ടാ റൂമിൽ വന്നേ? ഞാൻ അകത്തേക്ക് പോരെന്ന് പറഞ്ഞ ഡോക്ടർ. ഇയാൾ ബലമായിട്ട് കയറിയതാ. ഇത് OP ടൈമൊന്നല്ലോ, പിന്നെന്താ? ഏത് ടൈമിലാണെങ്കിലും പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് വരാൻ പാടില്ല. വന്നു പോയില്ലേ, ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പൊക്കോളാം. I don't want to hear anything. എനിക്കൊന്നും കേൾക്കണ്ട. Just get out. ഇറക്കി വിടണ്ട. ഒരു 2 മിനിറ്റ് എനിക്ക് പറയാനുള്ള പറഞ്ഞ് ഞാൻ പൊക്കോളാം. ഒന്ന് പുറത്തിറങ്ങി നിൽക്കോ, കുടുംബത്തിലെ നാണം കെട്ട കാര്യാ, അതുകൊണ്ടാ. എന്താ? ഇപ്പൊ മൈന എന്റെ ഭാര്യ, ഗർഭിണിയാ. ഇതിനിടയിലേക്ക് ഹരിശങ്കർ സാറിനോട് കടന്നു വരരുതെന്ന് പറയണം. എന്താ ഉണ്ടായത്? എന്റെ കൂടെ വരുന്നതിന് മുമ്പ് ഹരിശങ്കർ സാർ അവളെ കൊണ്ടു നടന്നൊക്കെ ഞാൻ സഹിച്ചു. പറയട്ടെ, അത് ഇപ്പോഴും തുടരുന്നതാ എന്റെ പ്രശ്നം. സദാസമയം അവളെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യും? ഒരു ഭർത്താവല്ലേ ഞാൻ. അർജുൻ, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇറങ്ങിപ്പോ. ഡോക്ടറെ, എനിക്ക് ഡോക്ടറോട് ബഹുമാനമുണ്ട്. ഞാൻ കള്ളം പറയുമല്ല. ഡോക്ടറുടെ ഭർത്താവിനും മൈനയുമായി അരുതാത്ത ബന്ധമുണ്ട്. അതിനൊരു തെളിവുണ്ട്. ഇപ്പോ എനിക്കത് തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഹരിശങ്കർ സാർ ഡോക്ടറെ ഉപേക്ഷിക്കും. അതിനു വേണ്ടിയാണ് മൈനയെ ഡിസ്ചാർജ് ചെയ്ത് എന്റെ കൂടെ വിടില്ല എന്ന് പറഞ്ഞത്. നിന്റെ കൂടെ വരാതെ പിന്നെ എവിടെ പോവും അവള്? ഹരിശങ്കർ സാർ എവിടെങ്കിലും കൊണ്ടുപോയി താമസിക്കും. എന്റെ കൂടെ വരില്ല എന്ന് മൈന തീർത്തു പറഞ്ഞു. ഞാൻ കൊടുത്ത ഹോസ്പിറ്റൽ ബില്ലിന്റെ പണം വരെ തിരിച്ചു തന്നു സാറ്. അവൾ എന്റെ കൂടെ വിടില്ല എന്നും പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാ. ഡോക്ടർ ഭർത്താവിനൊന്ന് തടഞ്ഞാ മതി. നീ പൊയ്ക്കോ, ഹരി വരില്ല ഡിസ്ചാർജ് ചെയ്യാൻ. സിറ്റി ഹോസ്പിറ്റലല്ലേ മൈന കിടക്കുന്നേ? അതെ, റൂം നമ്പർ 302. പാല് തന്ന കൈക്ക് തന്നെ കടിച്ചോ നീ? അർജുൻ വന്ന് പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ നാവിന്ന് എന്നെ കേൾക്കണം എനിക്ക്. ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോ നീ അർജുന്റെ കൂടെ പോകുന്നില്ലേ? ഇല്ല. എന്തുകൊണ്ട്? എനിക്ക് പേടി അവിടെ താമസിക്കാൻ. അവരെന്നെ കൊല്ലും, അല്ലെങ്കിൽ അവരെന്റെ കുഞ്ഞിനെ കൊല്ലും. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? വേറെ എവിടെ പോവാനാ? വീട്ടിലേക്ക് വരാനാണെങ്കിൽ അത് നടക്കില്ല. അഭിമാനവും അന്തസ്സും നിറഞ്ഞ വീടാ കളപ്പുരയ്ക്കൽ. ഗൗരിച്ച് സമ്മതിച്ചാലും ഞാൻ അങ്ങോട്ട് വരില്ല. പിന്നെ നീ എങ്ങോട്ടാ പോകുന്നേ? അനാഥാലയങ്ങളും അഗതി മന്ദിരങ്ങളും ഇല്ലേ ഈ നാട്ടില്? ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. അതല്ലാതെ ഹരി നിനക്ക് എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടോ? പറ, ഉണ്ടോ? ഹരിയേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു വഴി നോക്കാന്ന് പറഞ്ഞു. എന്തു വഴി? എനിക്കറിയില്ല ഗൗരിച്ചി, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ പറയാം. ഡിസ്ചാർജ് ആയാൽ അർജുന്റെ കൂടെ പോയിക്കോണം നീ. അത് ഗൗരിച്ചി. ഇങ്ങോട്ടൊന്നും പറയണ്ട. അവന്റെ കുട്ടി വയറ്റിലുള്ളിടത്തോളം ഇപ്പൊ നീ താമസിക്കേണ്ടത് അവന്റെ കൂടെയാ. അല്ലാതെ ഹരിയെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. അതെനിക്കും കൂടി ബുദ്ധിമുട്ടാവും. ലെറ്റ് മീ ബി സ്ട്രേറ്റ്. ഞാൻ കാര്യം പറയാം. എനിക്ക് നിന്നെ വിശ്വാസമില്ല ഹരിയെ. ചേച്ചി എന്താ ഉദ്ദേശിച്ചത്? യു നോ വാട്ട് ഐ മീൻ. ഏട്ടനും അനിയത്തിയും ആ ബന്ധം ഒരു മറയാക്കരുത്.